വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ ഐശ്വര്യ. സോ നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 13ന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവായിട്ടാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ജൂൺ 2-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ വറീഡ് ആവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ പോസ്റ്റുകൾ ഏതൊക്കെയാണ് അല്ലേ, ഏതൊക്കെ പോസ്റ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാജുവേഷൻ ലെവൽ അതുപോലെ തന്നെ +2 ആൻഡ് മെട്രിക്കുലേഷൻ ലെവലിൽ വരുന്ന പോസ്റ്റുകൾ KKR റീജിയനിൽ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. KKR റീജിയൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി കേരള കർണാടക റീജിയനിൽ ഏതൊക്കെ പോസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കേരള കർണാടക റീജിയൻ മാത്രമല്ല ഏത് റീജിയനിൽ വേണമെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് മൾട്ടിപ്പിൾ റീജിയൻസിലും അപ്ലൈ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓരോ പോസ്റ്റിനും 100 രൂപയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതുപോലെ തന്നെ SC ST അതുപോലെ തന്നെ ഗേൾസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ആപ്ലിക്കേഷൻ ഫീസിൽ നിന്ന് ഒരു എക്സംഷനും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പോസ്റ്റ് ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഗ്രാജുവേഷൻ ലെവലിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇനി സപ്പോസ് നോട്ടിഫിക്കേഷൻ കാണാൻ ആഗ്രഹമുണ്ട്, നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തിട്ട് ബാക്കി നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റുകൾ ഗ്രാജുവേഷൻ ലെവലിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ആൻഡ് മെട്രിക്കുലേഷൻ ലെവൽ. മെട്രിക്കുലേഷൻ എന്ന് പറയുമ്പോൾ 10th ലെവലിൽ വരെ ഏതൊക്കെ പോസ്റ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേരളയിലും കർണാടകയിലും എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഗ്രാജുവേഷൻ ലെവൽ പോസ്റ്റുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്തുകൂടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ് കാറ്റഗറിയും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് KK 10125 KK 10125 ആണ്. അവിടെ ഇൻസ്ട്രക്ടർ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ്, നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ്. ഈ 3 ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് വരുന്നത്. ഏജ് എന്ന് പറയുന്നത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പേ സ്കെയിൽ ലെവൽ 6 ആണ്. ഗ്രാജുവേഷൻ ആൻഡ് എബോ ആണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ളത്. ഒറ്റ വേക്കൻസി മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അടുത്തത് KK 10325 KK 10325 ടെക്നിക്കൽ ഓഫീസർ സ്റ്റോറേജ് ആൻഡ് റിസർച്ച്, ക്വാളിറ്റി കൺട്രോൾ സെല്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ലെവൽ 6 ആണ് പേ സ്കെയിൽ വരുന്നത്. നമ്മൾ ഗ്രാജുവേഷൻ ലെവലിലുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം തന്നെ. അപ്പോൾ എല്ലാത്തിൻ്റെയും ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആൻഡ് എബോ ആണ്. അപ്പോൾ വേക്കൻസി പറയുന്നത് OBCയിൽ 2 വേക്കൻസി ഉണ്ട്, അൺറിസർവ്ഡ് ഒരു വേക്കൻസി ഉണ്ട്, EWS ഒരു വേക്കൻസി ഉണ്ട്. ടോട്ടൽ നമുക്ക് 4 വേക്കൻസിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് KK 10425 കാറ്റഗറി KK 10425 ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. ഇന്ത്യ ടൂറിസം മിനിസ്ട്രി ഓഫ് ടൂറിസത്തിൻ്റെ അടിയിൽ വരുന്നു. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 6 ആണ്. അപ്പോൾ ഇവിടെ SC ഒരു വേക്കൻസി ഉണ്ട്, OBC ഒരു വേക്കൻസി ഉണ്ട്, അൺറിസർവ്ഡ് ഒരു വേക്കൻസി ഉണ്ട്. ടോട്ടൽ 3 വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ ഈ വേക്കൻസി പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ആപ്ലിക്കേഷൻ എന്താ പറയുക, ഫീസ് ഇല്ലാത്തൊരു, ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും SC ST ആണെങ്കിലും ഒക്കെ നമുക്ക് മാക്സിമം പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ സെലക്ഷൻ പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏകദേശം 300ഓളം പോസ്റ്റുകൾ എല്ലാ റീജിയനിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കുന്നവർക്ക് വലിയൊരു തുക ഓരോ പോസ്റ്റിനായിട്ടും അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ ഒരൊറ്റ വേക്കൻസിക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി നമ്മൾ 100 രൂപ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി അവിടെ നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കാം. അടുത്തത് KK 10525 ആണ്. KK 10525 സീനിയർ കമ്പ്യൂട്ടർ ആണ്. ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂനട്ട് ആൻഡ് കൊക്കോ ഡെവലപ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിലാണ് വരുന്നത്. 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പേ സ്കെയിൽ ലെവൽ 4 ആണ്. ഗ്രാജുവേഷൻ ആൻഡ് എബോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒറ്റ വേക്കൻസി ഇവിടെ വന്നിട്ടുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് KK 10625 സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ്. ഡയറക്ടറേറ്റ് ഓഫ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ക്വാറന്റൈൻ ആൻഡ് സ്റ്റോറേജ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 5 ആണ് വരുന്നത്. ഗ്രാജുവേഷൻ ആൻഡ് എബോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. SC കാറ്റഗറിയിൽ 2 വേക്കൻസി വരുന്നുണ്ട്, OBC 4 വേക്കൻസി,
അൺറിസർവ്ഡ് കാറ്റഗറി 5 വേക്കൻസി, അതുപോലെ തന്നെ EWS 4 വേക്കൻസി, ടോട്ടൽ 15 വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 15 അല്ലെങ്കിൽ 10-ൽ കൂടുതൽ വേക്കൻസി വരുന്ന പോസ്റ്റുകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. അടുത്തത് KK 10725 അസിസ്റ്റന്റ് സൂപ്രണ്ടൻഡന്റ് അഡ്മിനിസ്ട്രേഷൻ ആണ് വരുന്നത്. സെൻട്രൽ സിൽക്ക് ബോർഡ്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രാജുവേഷൻ ആൻഡ് എബോവ് ആണ് ക്വാളിഫിക്കേഷൻ. ലെവൽ 6 പേയ്മെന്റ് വരുന്നു. OBC കാറ്റഗറിയിൽ ഒരാൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള വേക്കൻസി 2 ആണ്. മൊത്തം 3 വേക്കൻസിയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അടുത്തത് KK 10825 KK 10825 ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഡയറക്ടറേറ്റ് ഓഫ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ക്വാറന്റൈൻ സ്റ്റോറേജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത് ലെവൽ 3 ആണ് പ്രേ സ്കെയിൽ വരുന്നത്. ഗ്രാജുവേഷൻ ആറ്റ് എബോവ് വേണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. SC കാറ്റഗറി 3 വേക്കൻസി ഉണ്ട്, ST കാറ്റഗറി 2 വേക്കൻസി ഉണ്ട്, OBC 2 വേക്കൻസി ഉണ്ട്, അൺറിസർവ്ഡ് 10 വേക്കൻസി ഉണ്ട്, EWS 1 വേക്കൻസി. ടോട്ടൽ 18 വേക്കൻസിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ ആണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് നാഷണൽ കാഡറ്റ് കോർപ്സ് NCC, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് നാഷണൽ കാഡറ്റ് കോർപ്സിന്റെ NCCയിൽ വരുന്ന ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ്. 20 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 4 ആണ് പേ സ്കെയിൽ. ഗ്രാജുവേഷൻ ആൻഡ് എബോവ് ആണ്. SC 1 വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ അൺറിസർവ്ഡിന് 3 വേക്കൻസി. ടോട്ടൽ 4 വേക്കൻസിയാണ് ഇവിടെ വരുന്നത്. അടുത്തത് KK 11025 KK 11025 സീനിയർ ആർട്ടിസ്റ്റ്, സെൻട്രൽ സിൽക്ക് ബോർഡ്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിലാണ് വരുന്നത്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലെവൽ 6 ആണ്. ഗ്രാജുവേഷൻ ആൻഡ് എബോവ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 1 വേക്കൻസിയാണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്നത് കേട്ടോ. 1 വേക്കൻസിയാണ് വരുന്നത്. അടുത്തത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ആണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ KK 11125 KK 11125 ആണ്. സെൻട്രൽ സിൽക്ക് ബോർഡ്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിൽ വരും. പേ ലെവൽ 4 ആണ്. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. SC 1 വേക്കൻസി വരുന്നുണ്ട്, അതുപോലെ തന്നെ OBC 1 വേക്കൻസി, അൺറിസർവ്ഡ് 2 വേക്കൻസി. ടോട്ടൽ 4 വേക്കൻസിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഏത് എക്സാമിൻ്റെ ലെവലിൽ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ടെക്നിക്കൽ സ്കില്ല് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടോ എന്ന്. ഈ ഗ്രാജുവേഷൻ ആൻഡ് എബോവ് നിങ്ങൾക്ക് ഒരുവിധം പറ്റുന്ന പോസ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസ് എടുത്ത് നോക്കാം. ഓരോ പോസ്റ്റിനും ഒരു സ്പെസിഫൈഡ് കാര്യം കൂടെ അവർ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ജനറൽ ഗ്രാജുവേഷൻ മതിയായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ഫീൽഡിലുള്ള ഗ്രാജുവേഷൻ അവർ ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വേക്കൻസീസ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷനും കൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നാലും എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ ചോദിക്കില്ല. എക്സാം പ്യുവർലി SSC സിലബസിലായിരിക്കും, SSC CGLൻ്റെ സിലബസിലായിരിക്കും നമ്മളുടെ ഈ ഗ്രാജുവേഷൻ ലെവലിലുള്ള എക്സാം നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ CHSLൻ്റെ ഒരു ലെവലിലായിരിക്കും +2 ലെവലിലുള്ള എക്സാം. 10th ക്വാളിഫിക്കേഷൻ MTSൻ്റെ ഒക്കെ ഒരു ലെവലിലായിരിക്കും മെട്രിക്കുലേഷൻ ലെവലിലുള്ള ഇതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഈ ഒറ്റ നോട്ടിഫിക്കേഷൻ്റെ കീഴിൽ 3 എക്സാംസ് ആണ് നടക്കുക. നിങ്ങൾക്ക് ഒരേ സമയം തന്നെ ഗ്രാജുവേഷൻ ലെവലിലോ അണ്ടർ ഗ്രാജുവേഷൻ ലെവലിലോ മെട്രിക്കുലേഷൻ ലെവലിലോ ഉള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു ലെവലിലുള്ള പോസ്റ്റുകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു എക്സാം എഴുതിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ +2 ലെവലിലുള്ള പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യുന്നുണ്ട്, ഡിഗ്രി ലെവലിലുള്ള പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 എക്സാം എഴുതണം. അതായത് ഡിഗ്രി ലെവലിലുള്ള എക്സാമും എഴുതണം, +2 ലെവലിലുള്ള എക്സാമും എഴുതണം. ഇനി നിങ്ങൾ 10th ലെവലിലുള്ള പോസ്റ്റുകൾക്ക് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 എക്സാമും എഴുതാം. നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യം 3 ലെവലിലുള്ള പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് ഒരേ സമയം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരേ ഗ്രേഡിലുള്ള പോസ്റ്റുകൾക്ക്, അതായത് ഇപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിലുള്ള എല്ലാ പോസ്റ്റുകൾക്കും കൂടെ നിങ്ങൾ ഒറ്റ എക്സാം എഴുതിയാൽ മതി. +2 ലെവലിലുള്ള എല്ലാ പോസ്റ്റുകൾക്കും കൂടെ മറ്റൊരു എക്സാം, 10th ലെവലിലുള്ള എല്ലാ പോസ്റ്റുകൾക്കും കൂടെ മറ്റൊരു എക്സാം. ഓക്കെ, ഒരു ലെവലിലുള്ള പോസ്റ്റുകൾക്ക് ഒരു എക്സാം, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ റീജിയനിലും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ റെയിൽവേയുടെ ഒക്കെ എക്സാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സദേൺ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരിടത്തും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇതങ്ങനെയല്ല, നമുക്ക് ഒരേ സമയം തന്നെ KKR റീജിയനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ സെൻട്രൽ റീജിയനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, സദേൺ റീജിയനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും നമുക്കില്ല.
ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിനും 100 രൂപ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യേണ്ടി വരും എന്നുള്ള ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് മാക്സിമം പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. മാക്സിമം പോസ്റ്റുകൾ, കാരണം ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 2400-ൽ കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CGL, CHSL, MTS, GD ഒക്കെ വെച്ച് നോക്കുമ്പോൾ, GD പിന്നെയും കുഴപ്പമില്ല, ബട്ട് CGL, CHSL, MTS ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ കുറഞ്ഞ എക്സാമുകളിൽ ഒന്നാണ് ഈ എക്സാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗ്രാജുവേഷൻ ലെവലുള്ള പോസ്റ്റുകൾക്ക് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ SSC CGLൻ്റെ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് 8075753676 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ ഈ കൃത്യമായിട്ട് ഈ എക്സാമിന് ചോദിക്കുന്ന എല്ലാ സിലബസും ഈ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ എല്ലാ ലെവലിലുള്ള പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ മെട്രിക്കുലേഷൻ ലെവലുള്ള പോസ്റ്റുകൾക്കും CHSLൻ്റെ പോസ്റ്റുകൾക്കും അതുപോലെ തന്നെ CHSL +2 ലെവലിലെ പോസ്റ്റിനും ഡിഗ്രി ലെവലിൻ്റെ പോസ്റ്റിനും എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കോഴ്സ് ഉണ്ട്. അതാണ് SSC ഫൗണ്ടേഷൻ കോഴ്സ്. SSC ഫൗണ്ടേഷൻ കോഴ്സ്. അപ്പോൾ ഈ SSC ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ എക്സാമിനും വേണ്ടി, അതായത് എല്ലാ ലെവലിലുമുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ പെർട്ടിക്കുലർ കോഴ്സിന് SSC ഫൗണ്ടേഷൻ കോഴ്സിന് ഓഫർ ഉണ്ട് കേട്ടോ. 50% ഓഫർ ഉണ്ട്. 6000 ആണ് ഈ കോഴ്സിൻ്റെ ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ 7-ാം തീയതി വരെ നമുക്ക് ഈ കോഴ്സ് 50% ഓഫർ, അതായത് 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. 7-ാം തീയതി വരെ മാത്രമാണ് ഈ ഓഫർ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ നമ്പർ, അതായത് 8075753676 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവർ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡിഗ്രി ലെവലിലുള്ള പോസ്റ്റുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ബാക്കി പോസ്റ്റുകൾ നമുക്ക് നോക്കാം. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് കാറ്റഗറി KK11225 കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ്. സെൻട്രൽ സിൽക്ക് ബോർഡ്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിൽ വരുന്നു. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ്. പേ സ്കെയിൽ ലെവൽ 7 ആണ് വരുന്നത്. കാറ്റഗറി നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 2 പോസ്റ്റുകളാണുള്ളത്. അപ്പോൾ ടോട്ടൽ 2 വേക്കൻസിയാണ് ഇവിടെ വരിക. അടുത്തത് KK11325 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ആണ്. സെൻട്രൽ സിൽക്ക് ബോർഡ്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിൽ വരും. ലെവൽ 5 ആണ്. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 1 വേക്കൻസിയാണ് ഇവിടെ വരുന്നത്. അടുത്തത് KK11425 അസിസ്റ്റൻറ്റ് സൂപ്പറിൻറ്റൻഡൻ്റ് ആണ്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ, ടെക്നിക്കൽ പോസ്റ്റ് ആണ്. സെൻട്രൽ സിൽക്ക് ബോർഡ് തന്നെയാണ്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിൽ വരുന്ന സെൻട്രൽ സിൽക്ക് ബോർഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 6 ആണ്. ഗ്രാജുവേഷൻ ആൻഡ് എബോവ് വരും. SC 1 വേക്കൻസി ഉണ്ട്. OBC 1 വേക്കൻസി ഉണ്ട്. അൺറിസർവ്ഡ് 3 വേക്കൻസി. EWS 1 വേക്കൻസി. ടോട്ടൽ 6 വേക്കൻസിയാണ് ഇവിടെ വരുന്നത്. അടുത്തത് KK11525 അപ്പർ ഡിവിഷൻ ക്ലർക്കാണ് വരുന്നത്. മൊത്തം 41 വേക്കൻസി ഉണ്ട്. അതിനകത്ത് 16 വേക്കൻസി ഹിന്ദി UDCക്കും 25 വേക്കൻസി ഇംഗ്ലീഷ് UDCക്കുമാണ് വരുന്നത്. അപ്പോൾ ഇതും സെൻട്രൽ സിൽക്ക് ബോർഡിന് കീഴിൽ വരുന്നു. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ ഏജ് ലിമിറ്റ് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം, നിങ്ങൾ SC ST ആണ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വയസ്സിൽ നിന്നും 5 വർഷം എക്സ്ട്രാ, അതായത് 25 വയസ്സ് വരെയുള്ള പോസ്റ്റിന് നിങ്ങൾക്ക് 30 വയസ്സ് വരെ ആണെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ OBC കാറ്റഗറിയിൽ വരുന്നവർക്കാണെങ്കിൽ 3 വർഷം, 25 വയസ്സിൻ്റെ പോസ്റ്റിന് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ലെവൽ 6 ആണ് വരുന്നത്. ഗ്രാജുവേഷൻ ആൻഡ് എബോവ്. SC 6 വേക്കൻസി, ST 2 വേക്കൻസി, OBC 11 വേക്കൻസി, അൺറിസർവ്ഡ് കാറ്റഗറി 18 വേക്കൻസി, EWS 4 വേക്കൻസി. ടോട്ടൽ 41 വേക്കൻസിയാണ് ഇവിടെ വരുന്നത്. അടുത്ത KK11625 അതും അസിസ്റ്റൻറ്റ് സൂപ്പറിൻറ്റൻഡൻ്റ് ആണ്. സെൻട്രൽ സിൽക്ക് ബോർഡിൽ വരുന്നു. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 6 ആണ് വരുന്നത്. ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 1 വേക്കൻസിയാണ് വരുന്നത് കേട്ടോ. അടുത്തത് KK12525 കോഡ് മാസ്റ്റർ ആണ്. കസ്റ്റംസ്, എക്സൈസ് ആൻഡ് സർവീസ്, ടാക്സ് അപ്പറ്റേറ്റ് ട്രിബ്യൂണലിൽ വരും. CESTAT. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിന് കീഴിലാണ് ഇത് വരുന്നത്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 6 ആണ്. അപ്പോൾ ഇവിടെയും വരുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 1 വേക്കൻസിയാണ് കേട്ടോ. അടുത്ത് KK12625 സബ് എഡിറ്റർ ഹിന്ദി.
ഡയറക്ടറേറ്റ് ഓഫ് എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 6 ആണ് വരുന്നത്. ഇവിടെയും അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയാണ് വരുന്നത്. അടുത്ത KK 12725 സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൽ വരുന്നു. ഇതും 18നും 30നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ലെവൽ 6 ആണ്. വേക്കൻസി വരുന്നത് OBC ഒരു വേക്കൻസി ഉണ്ട്, അൺറിസർവ്ഡ് ഒരു വേക്കൻസി ഉണ്ട്, EWS ഒരു വേക്കൻസി ഉണ്ട്. ടോട്ടൽ 3 വേക്കൻസിയാണ് വരുന്നത്. അടുത്തത് KK 12825 സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. കോർപ്പറേഷൻ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൻ്റെ ഇടയിൽ വരുന്നു. ഇതും 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ലെവൽ 6 വരുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ OBC ഒരു വേക്കൻസി ഉണ്ട്, ടോട്ടൽ ഒരു വേക്കൻസിയാണ് വരുന്നത്. OBCയുടെ കീഴിൽ ഒറ്റ വേക്കൻസി മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അടുത്ത ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്കണോമിക്സ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ലെവൽ 6 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ്. ഒറ്റ വേക്കൻസി, അൺറിസർവ്ഡ് കാറ്റഗറി. അടുത്തത് KK 13125 ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന് കീഴിൽ വരുന്നു. ലെവൽ 6 ആണ്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. OBCയിൽ ഒരു വേക്കൻസിയാണ് വരുന്നത്. OBCയിൽ ഒറ്റ വേക്കൻസിയാണ് ടോട്ടലി വരുന്നത്. അപ്പോൾ KKR റീജിയനിൽ, കേരള കർണാടക റീജിയനിൽ ഗ്രാജുവേഷൻ ലെവലിൽ വരുന്ന പോസ്റ്റുകൾ ഇത്രയും തന്നെയാണ്. അടുത്തത് നമ്മൾ +2 ലെവലിലുള്ള പോസ്റ്റുകളാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ഗ്രാജുവേഷനോ ഇല്ലെങ്കിൽ PG ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏജ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ലെവലിലുമുള്ള പോസ്റ്റുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ലാത്തവർ നിങ്ങൾ മാക്സിമം പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്നത് ഫസ്റ്റ് KK 11725 +2 ലെവൽ പോസ്റ്റുകളാണ് കേട്ടോ. KK 11725 ടെക്നിക്കൽ സൂപ്പർഡന്റ് ആണ്. വീവേഴ്സ് സർവീസ് സെന്റർ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിൽ വരുന്നു. ലെവൽ 6 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസി, അപ്പോൾ ടോട്ടൽ ഒറ്റ വേക്കൻസി ഉള്ളൂ. അടുത്തത് KK 11825 നാവിഗേഷണൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. ഡയറക്ടറേറ്റ് ഓഫ് ലൈറ്റ് ഹൗസസ് ആൻഡ് ലൈറ്റ് ഷിപ്സ് മിനിസ്ട്രി ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ലെവൽ 6 ആണ്. അപ്പോൾ ഇവിടെ ST കാറ്റഗറിയിൽ ഒരു വേക്കൻസി ഉണ്ട്, അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസി, 3 വേക്കൻസി, മൊത്തം 5 വേക്കൻസിയാണ്. അതായത് STയിൽ 1, അൺറിസർവ്ഡിൽ 1, അതുപോലെ തന്നെ EWSൽ 1. STയിൽ 1, അൺറിസർവ്ഡിൽ 3, EWSൽ 1, മൊത്തം 5 വേക്കൻസി. അടുത്ത് ഫീൽഡ് മാൻ എന്ന് പറയുന്ന പോസ്റ്റ് കാറ്റഗറി നമ്പർ KK 11925 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 2 ആണ്. അപ്പോൾ ഇവിടെ OBC കാറ്റഗറിയിൽ ഒരു വേക്കൻസി ഉണ്ട്, അൺറിസർവ്ഡ് കാറ്റഗറി 2 വേക്കൻസി ഉണ്ട്. ടോട്ടൽ 3 വേക്കൻസിയാണ് വരുന്നത്. അടുത്തത് KK 12025 കുക്കാണ്. സെൻട്രൽ സിൽക്ക് ബോർഡ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 2 ആണ് പേയ്മെൻറ്റ് വരുന്നത്. SC കാറ്റഗറിയിൽ ഒരു വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ OBC കാറ്റഗറിയിൽ ഒരു വേക്കൻസി ഉണ്ട്, അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും കൂടെ ഉണ്ട്. ടോട്ടൽ 3 വേക്കൻസിയാണ് ഇവിടെ വരുന്നത്. അടുത്തത് KK 10225 ലബോറട്ടറി അസിസ്റ്റന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 2 ആണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒറ്റ വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് KK 12325 അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ ആണ്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റിജുവിനേഷൻ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ലെവൽ 2 ആണ് വരുന്നത്. SC കാറ്റഗറിയിൽ 2 വേക്കൻസി ഉണ്ട്, EWS ഒരു വേക്കൻസി, ടോട്ടൽ 3 വേക്കൻസി. അടുത്ത ടെക്നിക്കൽ ക്ലർക്കാണ് എക്കണോമിക്സ് KK 13025 ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 4 ആണ്. ഹയർ സെക്കൻഡറി ലെവല് ഉള്ളവർക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ OBC കാറ്റഗറിയിൽ 2 വേക്കൻസി ഉണ്ട്, അൺറിസർവ്ഡ് ഒരു വേക്കൻസി,
EWS ഒരു വേക്കൻസി. ടോട്ടൽ 4 വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ആണ് +2 ലെവലിൽ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. ഈ +2 മാത്രമുള്ളവർക്ക് 10th ലെവലിലുള്ള എക്സാംസും എഴുതാൻ നിങ്ങളത് മനസ്സിൽ വെക്കുക. അപ്പോൾ മെട്രിക്കുലേഷൻ ലെവൽ അല്ലെങ്കിൽ 10th ലെവലിലേക്കുള്ള എക്സാംസ് ആണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 10th ലെവൽ ക്വാളിഫിക്കേഷൻ മാത്രമുള്ളവർക്ക് എഴുതാൻ പറ്റിയ 4 വേക്കൻസീസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം KKR റീജിയനിൽ മാത്രം കേട്ടോ. അപ്പോൾ KKR റീജിയനിൽ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KK 13225 KK 13225 ആണ് കാറ്റഗറി നമ്പർ. ഡ്രൈവർ കം മെക്കാനിക് ജനറൽ സെൻട്രൽ സർവീസസ്, ഡയറക്ടറേറ്റ് ഓഫ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ക്വാറന്റൈൻ ആൻഡ് സ്റ്റോറേജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന് കീഴിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 3 ആണ് വരുന്നത് പേയ്മെൻറ്റ്. SC കാറ്റഗറി ഒരു വേക്കൻസിയാണ് ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത് ഫീൽഡ് അസിസ്റ്റൻറ്റ് KK 12425 ഫീൽഡ് അസിസ്റ്റൻറ്റ്, സെൻട്രൽ സിൽക്ക് ബോർഡ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന് കീഴിൽ വരുന്നു. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 3 ആണ്. അപ്പോൾ വേക്കൻസി വരുന്നത് OBCയിൽ ഒരു വേക്കൻസി ഉണ്ട്, അൺറിസർവ്ഡ് ഒരു വേക്കൻസി. മൊത്തം 2 വേക്കൻസിയാണ് ഇവിടെ വരുന്നത്. പിന്നെയുള്ളത് ടെക്നിക്കൽ അറ്റൻഡൻ്റ് ആണ് KK 12125 ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് നാഷണൽ കാഡറ്റ് കോർപ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്നു. 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 1 ആണ്. അപ്പോൾ ഇവിടെ വേക്കൻസി വരുന്നത് OBCയിൽ ഒരു വേക്കൻസിയാണ്. ടോട്ടൽ ഒറ്റ വേക്കൻസിയെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അടുത്ത KK 12225 ടെക്നിക്കൽ അറ്റൻഡൻ്റ് ആണ്, അനിമൽ ട്രാൻസ്പോർട്ട് കാർ ഡ്രൈവർ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് നാഷണൽ കാഡറ്റ് കോർപ്സിന് കീഴിൽ വരുന്നു. 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 1 ആണ്. അപ്പോൾ ഇവിടെ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഒറ്റ വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ KKR റീജിയനിൽ 3 കാറ്റഗറി ആയിട്ട് നമ്മുടെ ഗ്രാജുവേഷൻ, അതുപോലെ തന്നെ +2 മെട്രിക്കുലേഷൻ ലെവൽ, ഈ 3 കാറ്റഗറിയിലായിട്ട് ഇത്രയും വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗ്രാജുവേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എല്ലാ വേക്കൻസീസിനും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നല്ലോണം ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. കൂടുതൽ തന്നെ ഓർക്കുക, ഇതിനകത്ത് ചില പോസ്റ്റുകൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ അവർ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ NCCയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലികളൊക്കെ ഉണ്ട് അല്ലേ, അവർക്കൊക്കെ NCC അംഗമായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എക്സ്ട്രാ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ മറക്കാതെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഹാപ്പി ലേണിംഗ്. കൂടുതൽ എന്തെങ്കിലും വീഡിയോസോ ഇതുമായിട്ട് ആവശ്യമുള്ള ഗൈഡൻസോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കോഴ്സ് ആവശ്യമുള്ളവർ ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 8075753676 എന്നാണ് നമ്പർ. അപ്പോൾ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എല്ലാ കോഴ്സും, എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ള കോഴ്സും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.